ഈ ബൈബിളിലൊരു വാക്യമുണ്ട്, കാവൽക്കാരൻ ആരാണ് കാവൽ നിൽക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ അഴിമതിയായാലും അതുപോലുള്ള പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത്, അല്ലേ? അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അപ്പം അവർ പോലും, അപ്പം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ED ഡെപ്യൂട്ടി ഡയറക്ടർ, അത് ഒരു മലയാളി, കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കുന്നു. കേന്ദ്ര സർക്കാർ നിർബന്ധിത ആയിട്ട് പിരിച്ചുവിടൽ നടത്തിയിരിക്കുകയാണ്. നിർബന്ധിത വിരമിക്കൽ പിരിച്ചുവിടൽ പോലെയാണ്. അപ്പം ഇത് ഏത് തരത്തിൽ നടന്നു എന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊരു ബൈബിൾ വാചകം കൂടെ നമ്മൾ ഓർമ്മിക്കണം, ആസ് യു സോ സോ യു റീപ്പ്, നീ വിതച്ചത് നീ കൊയ്യും എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വന്നത് തൊട്ട് കഴിഞ്ഞ 2 CPM സർക്കാരും കേട്ട ഒരു പഴിയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര. പല കേസുകളിലും CPM വളരെ നിസ്സാരമായിട്ട് ഊരുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായപ്പോഴത്തേക്ക് ശ്രീമതി സ്വപ്ന സുരേഷ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞതാണ്, ED ഡയറക്ടർ 30 കോടി രൂപ മേടിച്ചിട്ടാണ് ഈ കേസ് ഒതുക്കിയതെന്ന് അന്ന് സ്വപ്ന സുരേഷ് വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞത്. എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനൊരു ഉദ്യോഗസ്ഥൻ്റെ മുകളിൽ നമുക്ക് സംശയം തോന്നിയില്ല. കാര്യം നമ്മൾ വിചാരിക്കുന്നത് ഇവരെല്ലാം പരിപാവനമായ ഒരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് തന്നെയാണ് നമ്മൾ അവരെല്ലാം കണ്ടത്. അപ്പോൾ ഈ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് പല കേസുകളും വന്നെങ്കിലും, ഈ ഖുറാൻ കേസ് വന്നു, ഈന്തപ്പഴം കേസ് വന്നു, ഷാർജ സുൽത്താൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന ഒരു കേസ് വന്നു, ഇങ്ങനെ ഒരുപാട് കേസുകൾ വന്നപ്പോഴത്തേക്ക് കസ്റ്റംസിലും ED-യിലും ഒക്കെ ഉള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ CPM-നെ സഹായിക്കുന്നു എന്നുള്ള ഒരു ചിന്ത BJP-യുടെ സർക്കിളുകളിൽ പോലും വളരെ ശക്തമായി. അവർ അതിനെ KJP എന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങി, കേരള BJP എന്ന് വിളിച്ചു തുടങ്ങി. അതായത് പിണറായി വിജയനുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വന്നു തുടങ്ങി. മാത്രമല്ല ചില കുഴൽപ്പണ കേസുകളും കൂടെ BJP നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് വന്നതോടെ ഈ വാദം വളരെ ശക്തമായിട്ട് വരികയും ചെയ്തു. ഒരുമാതിരിപ്പെട്ട എല്ലാവരും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. കാര്യം പ്രധാനപ്പെട്ട പലരും വിളിച്ച് ചോദ്യം ചെയ്ത് വിട്ടു എന്നുള്ളതല്ലാതെ, ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ കേസുകളും പുനരന്വേഷിക്കണം എന്നാണ്. കാര്യം 1, 2, 3, 4, 5, 10 ഒന്നും അല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ED നടത്തിയിരിക്കുന്ന റെയ്ഡ്. എൻ്റെ അറിവ് വെച്ചിട്ട് വളരെ മുമ്പ് ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ED അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ദേശാഭിമാനിയുടെ പഴയ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത്. അദ്ദേഹം ഈ മറ്റേ മലബാർ സിമൻസ് സ്കാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അദ്ദേഹം വാങ്ങിച്ച ദേശാഭിമാനിയുടെ കെട്ടിടം ഇപ്പോഴും അവർ ഓപ്ഷനിൽ വിറ്റായിരുന്നു. അയാൾ ഇപ്പോഴും ജയിലിലാണ്. ഈ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ജയിലിലാണ്. അപ്പോൾ ED എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തമായ പല്ലുകളുള്ള ഒരു അന്വേഷണ ഏജൻസി ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു തുരുമ്പ് കയറിക്കഴിഞ്ഞാൽ, പല്ലിന് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഇരുമ്പിന് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞ പോലെ ഈ അന്വേഷണ ഏജൻസിയുടെ പല അന്വേഷണങ്ങളും, പലര റെയ്ഡും, എനിക്ക് തോന്നുന്ന ഒരു 100ഓളം റെയ്ഡുകളും അതിൻ്റെ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കേസിലും ഒന്നും നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇദ്ദേഹം ആസൂത്രിതമായിട്ട് ഇപ്പോൾ ഈ കേസ് പുറത്തു വരാൻ കാരണം അദ്ദേഹം കൊട്ടാരക്കരയുള്ള ഒരു വ്യവസായിയിൽ നിന്നും ഇതുപോലെ ഒരു ED അന്വേഷണം നടത്തിയിട്ട് മാറ്റർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം 2 കോടി രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ അയാൾ സത്യസന്ധനാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇയാൾ പരാതിപ്പെട്ടു, ഇയാൾ ഇടനിലക്കാർ വഴി പൈസ ആവശ്യപ്പെട്ടു എന്ന് അന്വേഷിച്ചു. ഇദ്ദേഹത്തെ ചെന്നൈക്ക് ട്രാൻസ്ഫർ ചെയ്തു, പിന്നീട് ശ്രീനഗറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹം ട്രിബ്യൂണലിൽ പോയി, ട്രിബ്യൂണലിൽ തള്ളി. അപ്പോൾ ഇത് 1922 ഫണ്ടമെൻ്റൽ റൂൾസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകിച്ച് അധികാരം കൊടുക്കുന്ന റൂളുണ്ട്. സ്വാതന്ത്ര്യത്തിന് വളരെ മുമ്പുള്ളൊരു കാര്യമാണ്. 1922 ഫണ്ടമെൻ്റൽ റൂൾസിലെ ചില പ്രൊവിഷൻസ് ഇവോക്ക് ചെയ്തിട്ടാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് കാണിക്കുന്ന വളരെ റയറായിട്ടുള്ള ഒരു നടപടിയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിർബന്ധിതമായിട്ട് വിരമിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ തെറ്റായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അയാളെ തെറ്റ് ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യണമായിരുന്നു, അയാൾക്ക് CBIക്ക് കസ്റ്റഡിയിൽ കൊടുക്കണമായിരുന്നു, അവരന്വേഷിക്കണമായിരുന്നു. ഇയാളെ കുറ്റക്കാരനാണെങ്കിൽ വിചാരണ ചെയ്യണം. അത് ഇനിയും നടക്കാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ വളരെ അസാധാരണമായ ഒരു നടപടിയാണ്. ഇത്രയും കുറ്റങ്ങൾ ചെയ്തു എന്ന്, അതായത് ഈ
ഇതനുസരിച്ച് ഒന്നിൽ അയാൾ കഴിവുകേട് അല്ലെങ്കിൽ അയാളെ ഇൻറ്റഗ്രിറ്റിയിലുള്ള സംശയം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിലുള്ള വിശ്വാസക്കുറവും അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത ഇല്ലായ്മയും കൊണ്ട് അയാളെ വിരമിച്ചു പോകാൻ മാത്രമേ പറഞ്ഞു. പക്ഷേ ഇനി ഈ ED കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ ED അന്വേഷിച്ച കേസുകളെല്ലാം ഒന്നുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ, പുതിയ ഡയറക്ടർ ഒന്നുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താൻ പറ്റും. അദ്ദേഹം പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം നിയമത്തിൽ നിന്ന് സർവീസ് ബാക്കി നിൽക്കുന്നുണ്ട്. അന്ന് വാങ്ങിച്ചുകൊണ്ട് അയാളെ വിരമിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ശിക്ഷയിൽ നിന്നോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിന്നോ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് BJP ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയുടെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അതിന് വേറൊന്നും വേണ്ട, ഇതുവരെ ഇദ്ദേഹം അന്വേഷിച്ച കേസുകളെല്ലാം ഓപ്പൺ ചെയ്ത് അതിൽ ഇദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച വരുത്തിയതിനെ പറ്റിയിട്ട് അന്വേഷിക്കുകയും അതിന് പൈസ ആൾക്കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വപ്ന സുരേഷിൻ്റെ ആരോപണം തന്നെ വളരെ ശക്തമാണ്. 30 കോടി രൂപ അവർ ഒരു സ്കാമിലുള്ള സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരവസ്ഥ അതാണ്. പല കാര്യങ്ങളും അവർ പറഞ്ഞത് എല്ലാം കേരളത്തിന് വിശ്വസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണങ്ങൾ, അദ്ദേഹം നടത്തിയ കേസുകളെല്ലാം ഒന്നേന്ന് അന്വേഷിച്ച് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ കണ്ടുപിടിക്കുകയും അദ്ദേഹം ആരിൽ നിന്നെങ്കിലും അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ കൊടുത്തിട്ടുണ്ടെങ്കിലോ അവരെയും നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നാലേ ഈ BJP സർക്കാരിനുണ്ടായ കളങ്കം. കാര്യം ഈ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം പിന്നെയും അദ്ദേഹം 5 വർഷം സർവീസ് ചെയ്തായിരുന്നു ചെന്നൈയിലും കാശ്മീരിലും ഒക്കെ. അപ്പോൾ ഈ BJP സർക്കാരിന് അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമന് ഈ വ്യക്തിയിൽ നിന്നുണ്ടായ കളങ്കം മാറണമെങ്കിൽ അദ്ദേഹത്തിന് എതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം ചെയ്ത പഴയ കേസുകൾ അന്വേഷിച്ച് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഒരു ബാധ്യതയില്ല. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണോ എന്നുള്ള കാര്യം തെളിയിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനാണ്, ജനങ്ങളോടാണ് അവർക്ക് ഉത്തരം പറയേണ്ടത്. ഈ വരുന്ന ഇലക്ഷനിലും ഈ ED ഓഫീസറെ നിർബന്ധിത വിരമിക്കൽ കൊടുത്തത് ഒരു വലിയ ചർച്ചാ വിഷയമാവും എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ള പ്രതീക്ഷ. അതെ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ സ്വപ്ന സുരേഷിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇത് ഈ കാലയളവിലാണല്ലോ, ഇദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെയാണ്. അതെ, അതിന് തക്കതായ തെളിവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അവരന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇപ്പം ഈ ഒരു നടപടി എടുത്തേക്കുന്നത് അദ്ദേഹത്തിന്റെ പല ഡീലുകളും ഷേഡിയാണെന്ന് തോന്നിയുകൊണ്ടാണ്. നിഴലുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ CBI കസ്റ്റഡിയിലോട്ട് പോകുമായിരുന്നു. അദ്ദേഹത്തിന് എതിരായിട്ട് ഇപ്പം ഇന്റഗ്രിറ്റിയിൽ ഒരു വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അപവാദങ്ങളാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഉണ്ടായിരിക്കുന്നത്. അപവാദങ്ങൾ പോലും ഒരു ഗവൺമെന്റ് പ്രൂഡന്റ് ആയിട്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള അപവാദങ്ങൾ പോലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരാളുടെ വിരുന്നിൽ പോലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പങ്കെടുക്കുമ്പോഴത്തേക്ക് അപവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെറിയ ഗിഫ്റ്റ് പോലും വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വളരെ ശക്തമായ നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് അത്. പ്രത്യേകിച്ച് ഈ നിയമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഫോഴ്സിലുള്ളത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാര്യം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കാൻ സാധ്യതയുള്ളത് സാമ്പത്തിക വകുപ്പിലാണ്. ഈ അന്വേഷണ ഏജൻസികളെല്ലാം സാമ്പത്തിക വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ അതിലെ ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സ്റ്റേറ്റിൽ തന്നെ വീണ്ടും തുടരുകയും ചെയ്തു എന്നുള്ളതാണ് അവർക്ക് സംശയം ഉണ്ടാക്കാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച പഴയ കേസുകളെല്ലാം പുനരന്വേഷിച്ചതിലൂടെ മാത്രമേ ഗവൺമെൻറ്റിന്, BJP സർക്കാരിന് അവരിലുണ്ടായ കളങ്കവും അല്ലെങ്കിൽ അവരിലുണ്ടായ ആരോപണവും തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.